അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലെങ്കിലേ വെള്ളിയാഴ്ച രാവിന് പടച്ചവും വലിയ മഹത്വം തന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിനും പകലിനും വലിയ മഹത്വം അല്ലാഹു തആല നൽകിയിട്ടുള്ളതാണ്. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും അറഫയുടെ രാവും വെള്ളിയാഴ്ച പകലും അറഫയുടെ പകലും ഒരുമിച്ച് വന്ന മധുരല്ല, ഇരട്ടി മധുരാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇഹ്യാ ഉലൂമുദ്ദീൻ പരിശോധിച്ചാൽ കാണാം, അതിൽ ഒരുപാട് ഹദീസുകൾ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിച്ചുപോയാൽ അവന് അള്ളാഹു താല ഷഹീദിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുകയും ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവനെ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ദിക്ർ കൊണ്ടോ സ്വലാത്ത് കൊണ്ടോ സ്വദഖകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടൊക്കെ ആ വെള്ളിയാഴ്ച രാവിനെ ഹയാത്താക്കിയാൽ, അഥവാ സുബ്ഹി വരെ ഒന്ന് ഉറങ്ങാതെ നല്ല റാഹത്തോടു കൂടി പടച്ചവന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ആ ഒരു വെള്ളിയാഴ്ച രാവിനെ ഹയാത്താക്കിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ചെറുപാപങ്ങൾ റബ്ബ് പുറത്തു കൊടുക്കുമെന്നും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ളതാണെന്നൊക്കെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ തെറ്റ് ചെയ്തിട്ട് യഅ്ഖൂബ് നബിയോട് വന്ന് പറയുന്നുണ്ട്, വാപ്പിച്ചേ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാം പറയാണ്, ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യാം, ഇപ്പോഴല്ല പിന്നീട്. മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, പിന്നീടത്തേക്ക് മാറ്റിവെച്ചത് വെള്ളിയാഴ്ച രാവിലേക്കായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്ന് മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ചരിത്രം പറയുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുൽ കബീറിൽ ചരിത്രം കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവ് പ്രാർത്ഥിക്കാനുള്ള ദുആ ചെയ്യാനുള്ള റബ്ബ് നൽകിയ ദിവസങ്ങളാണ്. ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണല്ലോ. ഈ ദിവസങ്ങളുടെ നേതാവാണ് സയ്യിദുൽ അയ്യാമാണ് വെള്ളിയാഴ്ച ദിവസം. ഒരു വർഷത്തിലെ 365 അല്ലെങ്കിൽ 60 ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളുടെ നേതാവാണ് യൗമു അറഫ, പരിശുദ്ധമായ അറഫാ ദിനം. ഈ അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ദുആയുടെ ദിവസമാണ്, പ്രാർത്ഥനയുടെ ദിവസമാണ്. എല്ലാ ആവശ്യങ്ങളും റബ്ബിനോട് പറയണം. നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിലും ഡബിൾ സ്ട്രോങ് ആയി റബ്ബിന്റെ മുന്നിൽ നല്ല റാഹത്തോടു കൂടി ചെല്ലാൻ ഉതകുന്ന നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യനായി തീരും. അറഫ ദിവസം നോമ്പ് നോറ്റാൽ കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ റബ്ബ് പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വർഷം കൂടി നമ്മൾ ജീവിക്കാൻ അല്ലാഹു തആല ആയുസ് നീട്ടിയിട്ട് തരും എന്നതിൽ സൂചനയുണ്ടെന്നും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, യാ ആയിഷ, സ്വർഗത്തിലെ മുത്ത്, മാണിക്യം, ഗോമേതകം, സ്വർണം, വെള്ളി ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു കൊട്ടാരമുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് ലിമൻ ഹാദാ, ഇത് ആർക്കാണ് നബിയെ, ഈ കൊട്ടാരം ആർക്കാണ് നബി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലിമൻ സ്വാമ യൗമ അറഫ, ഈ കൊട്ടാരം പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നോമ്പ് നോറ്റവനാണെന്ന്, നോറ്റവൾക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ അറഫാ ദിനം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയവും നിങ്ങളുടെ ദുആയും ചേർന്ന് വന്നാൽ ഉത്തരം ഉറപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നമ്മൾ നന്നായി റബ്ബിനോട് ദുആ ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും റബ്ബിന്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് നമ്മൾ ക്വാളിറ്റി ഉള്ളവരാകണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ പരിപൂർണമായും അത് യോജിപ്പിക്കണം, നല്ല നിലയിലാക്കണം. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി വല്ലവരുമായി ഇടപാടിൽ നമ്മൾ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം, പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുള്ളൂ. ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ നമ്മൾ പറയും, നമ്മുടെ വീടിന്റെ വിഷയം പറയും, ജോലിയുടെ വിഷയം പറയും, നമ്മുടെ വാഹനത്തിന്റെ വിഷയങ്ങൾ പറയും, സാമ്പത്തിക ശേഷിയുടെ വിഷയം പറയും. എല്ലാം നമ്മൾ റബ്ബിനോട് പറയും, പടച്ചോനെ എൻ്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ, എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, എൻ്റെ മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും നീ റാഹത്ത് നൽകണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ ഫലസ്തീനിലെ മക്കളെയും കൂടി നിങ്ങളൊന്ന് ഓർക്കണം. ആ മക്കളുടെ സ്ഥാനത്ത് നിങ്ങളെ മക്കളുടെ മുഖം നിങ്ങളൊന്ന് കാണണം. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ, അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്കൂളിൽ പോലും പോകാൻ കഴിയാതെ, വിദ്യ അഭ്യസിക്കാൻ കഴിയാതെ അവരവിടെ കിടന്ന് നരകിക്കുകയാണ്. വിദ്യ അഭ്യസിക്കുന്നത് പോട്ടെ, അറിവ് പഠിക്കുന്നത് പോട്ടെ, ഒരല്പം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മരുന്ന് തടഞ്ഞു വെച്ചു, ഭക്ഷണം തടഞ്ഞു വെച്ചു, കുടിവെള്ളം പോലും തടഞ്ഞു വെച്ചു, ആശുപത്രികളിൽ ചികിത്സകൾ പോലും നിരോധിച്ചു. ഇത്രയും അധികം ആ പിഞ്ചു പൈതങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഉമ്മയെ കാണാതെ, ഉമ്മയൊക്കെ
മരണപ്പെട്ടുപോയ ഉമ്മയെ പാറക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കാണുന്ന മക്കളുടെ മനോവിഷമം, അവരുടെ മാനസികാവസ്ഥ, മനസ്സിലെ മുറിവ് എത്രത്തോളമാണെന്ന് പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് ചിന്തിക്കുക. അവരെയും കൂടി ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ രക്തത്തിന്റെ കളർ ചുമപ്പാണെങ്കിൽ അവരുടെ രക്തത്തിന്റെ കളർ പച്ചയോ വെള്ളയോ മഞ്ഞയോ ഒന്നുമല്ല, അതും ചുവപ്പ് തന്നെയാണ്. മുറിയുന്ന തൊലീനാണ് അവർക്കുള്ളത്. മുറിക്കുമ്പോൾ വേദന നമുക്കുണ്ടെങ്കിൽ അവർക്ക് ആ വേദന തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ മറന്നുകൊണ്ട് ഈ അറഫാ ദിവസം നമ്മുടെ കാര്യം മാത്രം റബ്ബിനോട് പറയരുത്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ മാറി എല്ലാവർക്കും സമാധാനം ലഭിക്കണം, എല്ലാവർക്കും സന്തോഷം ലഭിക്കണം. നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ വിഷവിത്തുക്കൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നെറികെട്ട സംസ്കാരമുള്ള മനുഷ്യന്മാരിന്ന് പിറവി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ നേതൃത്വത്തിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടണം. അതിന് നമ്മൾ സ്വയം നന്നായാൽ രക്ഷപ്പെടുത്തുമെന്ന് പലതവണ പടച്ച റബ്ബ് ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ, ദുആകളിൽ നമ്മുടെ ഫലസ്തീനിലെ മക്കളും ലോകം മുഴുവനും സമാധാനം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ നാവിൽ നിന്നും ഉയരണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ അറഫാ ദിവസം കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഇത്രയും നല്ല സൗഭാഗ്യം, അവസരം റബ്ബ് നമുക്ക് നൽകിയിട്ട് നമ്മൾ അവഗണിച്ച് കളഞ്ഞാൽ നമ്മൾ ഭാഗ്യം കെട്ടവരാണ്. ഈ അവഗണിച്ച് കളയല് ഭാഗ്യം കെട്ടവരുടെ ലക്ഷണമാണെന്നും ഇതേ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇതേ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസരം മുതലാക്കുക. ഓഫർ ലൈഫ് ടൈം ഓഫർ ഉണ്ടാവില്ലല്ലോ. ഓഫറുകളൊന്നും ലൈഫ് ടൈം ഉണ്ടാവില്ല, കുറഞ്ഞ കാലയളവ് മാത്രമാണ് അതിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് റബ്ബ് നൽകിയ ഈ ഓഫർ വെറും 24 മണിക്കൂർ പരമാവധി യൂസ് ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം റബ്ബിനോട് പറയുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കഴിയുന്നവരെല്ലാവരും നോമ്പ് നോൽക്കാനും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.